ഇനി രാമായണ പുണ്യദിനങ്ങൾ. എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണവും നാലമ്പല ദർശനവും മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കെ.പി. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം വളരെ പുണ്യമായ കർമ്മമായാണ് കരുതപ്പെടുന്നത്. ഭരതസ്വാമി കുടികൊള്ളുന്ന വടക്കേ മലബാറിലെ ഏക ക്ഷേത്രമാണ് എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ നാലമ്പല ദർശന പുണ്യം തേടി നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണവും നാലമ്പല തീർത്ഥാടനത്തിന്റെയും സമാരംഭം കുറിച്ചുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കെ.പി. മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗോപുരവും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. കാരണം കൊടിമരം വന്നാൽ ഇതിന്റെ ഒരു താന്ത്രിക കണക്ക് പ്രകാരം ഗോപുരം ഇനി 4 മീറ്റർ മുന്നോട്ട് പോകണം. അത് ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അതും കൂടി നമുക്ക് പൂർത്തീകരിച്ചാൽ എളയാവൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് പി. പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കെ.പി. മധുസൂദനൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ടി.കെ. വേണു, കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി.ടി. മുരളീധരൻ, കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ ധനേഷ് മോഹനൻ, ദേവസ്വം മെമ്പർ കെ. സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 11 വരെ വിവിധ പാരായണങ്ങളും ഇവിടെ നടക്കും. ഓഗസ്റ്റ് 15-ന് രാമായണ പ്രശ്നോത്തരിയും ഒരുക്കിയിട്ടുണ്ട്.